Hallo, guten Tag, herzlichen willkommen. Welcome to yet another live session from Tijus Academy. I welcome you all to this live session. ഇന്നത്തെ നമ്മുടെ ലൈവ് സെഷൻ ഒരു സ്പീക്കിംഗ് സെഷൻ ആയിരിക്കും. ഒരു എക്സ്പ്രഷന് വേണ്ടിയ ഉള്ള സെഷനാണ്. നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ റിയൽ ബിഗിനർ ലെസൺ സ്പീക്കിംഗ് ടിപ്സ്. So we are going to see how to speak from zero to speaking, or speaking the starting trouble. How to manage that starting trouble, that is what we are going to see today. So I welcome you all once again from Tijus Academy to this live session. So let's begin. So ആദ്യത്തെ കാര്യം തന്നെ സ്പീക്കിംഗ് പറയുമ്പം ഡോയിഷ് ജർമ്മൻ സ്പീക്കിംഗ് പറയുമ്പോൾ തന്നെ നമുക്ക് ആദ്യം തന്നെ എന്താണ് ഒരു സ്റ്റാർട്ടിങ്ങുള്ളൊരു പ്രശ്നമുണ്ട്. നമ്മൾ സ്പീക്കിംഗ് നമ്മൾ ഡോയിഷ് പഠിക്കുന്നു, നമുക്ക് കുറേ വൊക്കാബ്സ് ഒക്കെ അറിയാം, പക്ഷെങ്കിൽ അങ്ങോട്ട് സ്പീക്ക് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട്. സോ വൈ ബിഗിനേഴ്സ് സ്ട്രഗിൾ ടു സ്പീക്ക്, അത് നമുക്ക് ആദ്യം വി ഷുഡ് അഡ്രസ് ദാറ്റ് ഫസ്റ്റ്. എന്താ വൈ ദർ ഇസ് എ പ്രോബ്ലം ടു സ്പീക്ക്. സോ ഫസ്റ്റ് ഈസ് ഫിയർ ഓഫ് മേക്കിംഗ് മിസ്റ്റേക്സ്. സോ ആദ്യം ഒരു പുതിയ ഭാഷയാണ്, ആൾക്കാരുടെ മുമ്പിൽ പറയുമ്പം വാട്ട് വിൽ അതേഴ്സ് തിങ്ക് ഓഫ് മീ, ഞാൻ എങ്ങനെ അത് ശരിക്കാണോ ഞാൻ പറയുന്നത്, പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആയിരിക്കുമോ, ഗ്രാമർ കറക്റ്റ് ആയിരിക്കുമോ, സോ അത് അങ്ങനെ തന്നെയാണോ പറയുന്നത്. സോ ദീസ് ആർ ദ സം ഓഫ് ദ ഫിയർ which we have. These are some of the mistakes which we make. And ഇത് ഒരു A1 ലെവലിൽ എല്ലാ ലെവലിലും ഓൾമോസ്റ്റ് ഓൾ പീപ്പിൾ ഹാവ് ദിസ് ഫിയർ ഓഫ് മേക്കിംഗ് മിസ്റ്റേക്സ്. അപ്പോൾ നമുക്ക് ഈ പേടി കാണും എപ്പോഴും. ഒരു പുതിയ ഭാഷ ആയതുകൊണ്ട്, നമ്മുടെ ഇവിടെ സംസാരിക്കാത്ത ഭാഷയാണ്, നമ്മൾ ഇങ്ങനെ പഠിച്ചു വന്ന ഭാഷയാണ്. സോ വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ഐ മേക്ക് മിസ്റ്റേക്ക്. ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് വന്നെങ്കിൽ ഞാൻ എങ്ങനെ സംസാരിക്കും, ആൾക്കാർ കളിയാക്കുമോ ചിരിക്കുമോ. സോ ദീസ് ആർ തിങ്സ് വിച്ച് സ്റ്റോപ്സ് അസ് ഫ്രം സ്പീക്കിംഗ് എ ന്യൂ ലാംഗ്വേജ്. ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ ഇരിക്കുമ്പം നമുക്ക് ഫ്രീലി ഒരു സ്പീക്കിംഗ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് പ്രോബ്ലം, ഫിയർ ഓഫ് മേക്കിംഗ് മിസ്റ്റേക്ക്. സെക്കൻഡ് ഈസ് തിങ്കിങ് ടു മച്ച് ബിഫോർ ടോക്കിംഗ്. സോ ഡോയിഷ് ആണ്, ഇംഗ്ലീഷ് പോലെ അല്ല, ഗ്രാമറും കാര്യങ്ങളും കുറേ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ച് വരുമ്പോഴത്തേക്കും കുറേ സമയം പോകും. ഒരു സെൻറ്റൻസ് ഫോം ചെയ്യാൻ തന്നെ നല്ല സമയം എടുക്കും. സോ ദാറ്റ് ഈസ് തിങ്കിങ് ടു മച്ച് ബിഫോർ ടോക്കിംഗ്. ആൻഡ് ദ തേർഡ് പ്രോബ്ലം ഈസ് സ്മോൾ വൊക്കാബുലറി. നമുക്ക് ഇപ്പം പഠിച്ചു വരുന്നതേ ഉള്ളൂ, വൊക്കാബ്സ് അധികം അറിയില്ല. സോ ഹൗ ഡു യു മേക്ക് സെൻറ്റൻസ് ഫ്രം ദി സ്മോൾ വൊക്കാബുലറി. ചെറിയ വൊക്കാബുലറിനകത്ത് ഈ 10 വേർഡ്സ് മാത്രമേ എനിക്കറിയാം, ഞാൻ അത് വെച്ച് എങ്ങനെ ഞാൻ സംസാരിക്കും. അതാണ് മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസിൻ്റെ പ്രോബ്ലം. നെക്സ്റ്റ് ഈസ് നോ ഐഡിയ ഹൗ ടു ഫോം സെൻറ്റൻസസ്. ഇപ്പം ബിഗിനർ ആയതുകൊണ്ട്, A1 ലെവൽ ആയതുകൊണ്ട് ഒരു സെൻറ്റൻസ് ഫോർമേഷൻ്റെ ബേസിക് എങ്ങനെയാണ്, ഗ്രാമർ എങ്ങനെയാണ് നമ്മളൊരു നോർമൽ ഡോയിഷിൽ സെൻറ്റൻസ് ഫോം ചെയ്യുന്നത്, ഇംഗ്ലീഷ് പോലെയാണോ സെൻറ്റൻസ് ഫോം ചെയ്യുന്നത്. അതോ ഫസ്റ്റ്ലി വി ട്രൈ ടു മേക്ക്, നമ്മൾ ആദ്യം തന്നെ എന്തോ ചെയ്യുക, ഇംഗ്ലീഷിൽ അതേപോലെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഡോയിഷിലോട്ട് സംസാരിക്കാൻ നോക്കും. സോ അങ്ങനെയാണോ? സോ വി ഹാവ് നോ ഐഡിയ ഹൗ ടു മേക്ക് സെൻറ്റൻസസ്. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, നോട്ട് ഇനഫ് റിയൽ പ്രാക്ടീസ്. നമ്മുടെ അടുത്ത് പ്രാക്ടീസ് ചെയ്യാൻ സമയമില്ല, ഓർ വി ഡോണ്ട് ഹാവ് എ പ്ലാറ്റ്ഫോം. ഒരു സ്പേസ് ഇല്ല, പ്ലാറ്റ്ഫോം ഇല്ല, നമുക്ക് ആരും ഇല്ല, നമുക്ക് സംസാരിക്കാൻ വേറൊരാൾ ഇല്ല. സോ ദാറ്റ് ഈസ് എ ബിഗിനേഴ്സ് പ്രോബ്ലം, ബിഗിനേഴ്സ് സ്ട്രഗിൾ ടു സ്പീക്ക്. സോ ലെറ്റ്സ് സീ ഹൗ വി ക്യാൻ മാനേജ് ദിസ്. നമുക്ക് ഇന്ന് നോക്കാം ഹൗ ടു ഡീൽ വിത്ത് ദിസ് പ്രോബ്ലം. ഈ പ്രോബ്ലം എങ്ങനെ ഇത് സോൾവ് ചെയ്ത് നമ്മൾ സ്പീക്കിംഗ് തുടങ്ങണം ഫ്രം സീറോ. നമുക്കൊന്നും അറിയത്തില്ല, നമുക്ക് പക്ഷെങ്കിലും വി ഹാവ് ആൻ ഇൻട്രസ്റ്റ്, നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ട്, ഇതെങ്ങനെയും പഠിച്ചെടുക്കണം, ജർമ്മനിക്ക് പോകണം, അവിടെ പോയിട്ട് ജീവിക്കണം. സോ വി ഹാവ് ടു സ്പീക്ക്. അപ്പോൾ ഇത് സ്പീക്ക് ചെയ്താൽ, ഒരു ഭാഷ പഠിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ട്രെങ്ത് എന്തായിരിക്കും, നമ്മുടെ സ്പീക്കിംഗ് ആയിരിക്കും അതിൻ്റെ സ്ട്രെങ്ത്. സോ വി ഹാവ് ടു സ്പീക്ക് ഇറ്റ്. ഭാഷ നമ്മൾ പഠിക്കുന്നത് തന്നെ വേറൊരാളോട് സംസാരിക്കാനായിരിക്കും, റൈറ്റ്, ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടി ആയിരിക്കും. സോ വി ഹാവ് ടു സ്പീക്ക് ആൻഡ് വി ഹാവ് ടു മാനേജ് ദീസ് പ്രോബ്ലംസ്. വി ഹാവ് ടു സോൾവ് ദീസ് പ്രോബ്ലംസ്. സോ ഇതാണ് നമ്മുടെ ബേസിക് ഒരു ബിഗിനർ ലെവലിൽ നമ്മുടെ തോട്ട്സ്. ഇത് വെച്ചാണ് നമ്മൾ സ്പീക്കിങ്ങിന് നമുക്ക് പ്രശ്നങ്ങൾ വരാറുള്ളത്. സോ ഫസ്റ്റ് ഞാൻ പറയാനുള്ളത്, നമ്മുടെ സ്പീക്കിംഗ്, ഹൗ വി സ്പീക്ക് ഈസ് ബേസിക്കലി റിലേറ്റഡ് ടു അവർ മൈൻഡ്. നമ്മൾ എന്താ ചിന്തിക്കുന്നത്, നമ്മൾ മൈൻഡിൽ ഫ്രീ ആണോ, നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് എന്താണ്, നമ്മുടെ ഒരു മൈൻഡ് വെൽബീങ് എങ്ങനെയാണ്, അതാണ് നമ്മുടെ ഫസ്റ്റ്. ഒരു മൈൻഡ് സെറ്റ് ക്ലിയർ ആണെങ്കിൽ, കോൺഫിഡൻ്റ് ആണെങ്കിൽ നമ്മൾ കോൺഫിഡൻ്റ്ലി സ്പീക്ക് ചെയ്യാം. സോ വി ഹാവ് ടു സോൾവ് ദിസ് മൈൻഡ് സെറ്റ്
കുറേ ഇഷ്യൂസ് കാണും മൈൻഡ് സെറ്റ്, അത് സോൾവ് ചെയ്യണം. ആദ്യത്തെ തന്നെ മിസ്റ്റേക്സ് ഇസ് ഇക്വൽ ടു പ്രോഗ്രസ്. മിസ്റ്റേക്സ് സ്പെല്ലർ ഈസ് ദ ബെസ്റ്റ് ലെഹറർ എന്ന് പറയും. നമ്മുടെ മിസ്റ്റേക്സ് നമ്മുടെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ടീച്ചറായിരിക്കും. സോ ഡോണ്ട് ഗെറ്റ് ഫ്രൈറ്റൻഡ് ഓർ ഡോണ്ട് ഗെറ്റ് ആൻഷ്യസ് അബൌട്ട് മിസ്റ്റേക്സ്. നമ്മൾ പഠിക്കുന്നതേ ഉള്ളൂ. ലെറ്റ് ഇറ്റ് ബി A1, ലെറ്റ് ഇറ്റ് ബി A2, B1, B2 ആയെങ്കിലും മിസ്റ്റേക്സ് വരും. ഇറ്റ്സ് എ ന്യൂ ലാംഗ്വേജ്. സോ മിസ്റ്റേക്സ് ഉണ്ടാക്കിയാൽ മാത്രമേ നമ്മൾ പഠിക്കുകയുള്ളൂ. ഇപ്പം മിസ്റ്റേക്ക് വരും എന്ന് പറഞ്ഞിട്ട് സംസാരിക്കാതിരിക്കുന്നതിനെക്കാട്ടും എത്രയോ ലെവലിൽ എത്രയോ പെർസെൻറ്റേജിൽ നല്ലത് നമ്മൾ മിസ്റ്റേക്സ് കൂടെ സംസാരിക്കുന്ന. ബിക്കോസ് വെൻ യു മേക്ക് മിസ്റ്റേക്സ് ദർ ഈസ് ഓൾവേസ് പ്രോഗ്രസ്. മിസ്റ്റേക്ക് ഇല്ലെങ്കിൽ പ്രോഗ്രസ് ഇല്ലെന്നാണ് അതൊരു ഫാക്ട്. ഇഫ് യു ഡോണ്ട് മേക്ക് മിസ്റ്റേക്ക് യു ഡോണ്ട് മേക്ക് പ്രോഗ്രസ്. ഒരു മിസ്റ്റേക്ക് ചെയ്യാത്ത ഒരാൾക്ക് ഒരിക്കലും പ്രോഗ്രസ് ചെയ്യാം. ആ സെയിം ലെവലിൽ തന്നെ ആയിരിക്കും അയാൾ നിൽക്കുന്നത്, ആ സെയിം ലെവലിൽ തന്നെ ആയിരിക്കും സ്പീക്കിംഗ് ചെയ്യുന്നത്. സോ ഡോണ്ട് ബി അഫ്രൈഡ് ടു മേക്ക് മിസ്റ്റേക്സ് ഉണ്ടാക്കുക, സോ ദാറ്റ് യു വിൽ ലേൺ. Next is speak from day 1. Even small words. Day 1 നിങ്ങളിപ്പം ഡോയ്ഷ് പഠിക്കാൻ തുടങ്ങി. മേ ബി ഡ്യൂലിംഗോ വെച്ചായിരിക്കും, ഇല്ലെങ്കിൽ ഒരു ഒഫീഷ്യലി ഒരു കോഴ്സിലായിരിക്കും, ഒരു സ്കൂളിൽ പോയിട്ട് ഒരു സ്പ്രാക് ഷൂലയിൽ, അതായത് ഒരു കോഴ്സിൽ പോയിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് നിങ്ങൾ പഠിക്കുകയായിരിക്കും. സോ സ്റ്റാർട്ടിങ് ഫ്രം day 1 സ്റ്റാർട്ട് ടു സ്പീക്ക്. ഇപ്പോൾ ഈ day 1 തൊട്ട് എങ്ങനെ സ്പീക്ക് ചെയ്യാം? ബേസിക്കലി എല്ലാവരും ചിന്തിക്കും എങ്ങനെയാണ് day 1 പറഞ്ഞാൽ നമ്മൾ ABCD ആയിരിക്കും പഠിക്കുന്നത്, നമ്മൾ ആൽഫബറ്റ്സ് ആയിരിക്കും പഠിക്കുന്നത്. സോ ഹൗ വി സ്പീക്ക് ഫ്രം day 1 തൊട്ട് ഒരു ചെറിയ എക്സാമ്പിൾ ഞാൻ പറയാം. ബോട്ടിലിന് ദി ഫ്ലാഷയാണ് പറയുന്നത്. ഇപ്പോൾ എനിക്ക് ബോട്ടിൽ വേണം, അപ്പോൾ ഞാൻ പറയാം എനിക്ക് ബോട്ടിൽ വേണം. നമ്മൾ നോർമലി മലയാളം പറയുമ്പോൾ എനിക്ക് ബോട്ടിൽ വേണം എന്നാണ് പറയുന്നത്. സോ അവിടെ ആ ബോട്ടിൽ ഓൾറെഡി ഒരു ഇംഗ്ലീഷ് വേർഡാണ്, അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഡോയിഷ് വേർഡ് ആക്കാം. എനിക്ക് ഒരു ഫ്ലാഷേ വേണം. സോ ദിസ് ഈസ് ഹൗ വി സ്പീക്ക് ഫ്രം day 1. എല്ലാം ഒന്നും നമുക്ക് സ്പീക്ക് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും, ബട്ട് യു ക്യാൻ യൂസ് ദ വേർഡ്സ് ദാറ്റ് യു ഹവ് ലേൺഡ്. എന്താണ് ക്ലാസ്സിൽ പഠിച്ചത്, എന്താണ് നിങ്ങൾ സ്വന്തമായിട്ട് പഠിച്ചത്, അത് എവിടെയെങ്കിലും ഒക്കെ യൂസ് ചെയ്യണം. നമ്മുടെ മേ ബി SMS ആയിട്ട് ചാറ്റ് ചെയ്യുമ്പം, വേറൊരു ഫ്രണ്ടിന് മെസ്സേജ് ചെയ്യുമ്പം, വാട്സപ്പ് ചാറ്റ്സ് ചെയ്യുമ്പം, അല്ലെങ്കിൽ സ്വന്തം മനസ്സിൽ നമ്മൾ എന്തോ ചെയ്യുക, ഈ വേർഡ്സ് നമ്മൾ പഠിച്ച വേർഡ്സ് നമ്മൾ യൂസ് ചെയ്യുക. നെക്സ്റ്റ് ഈസ് ഡോണ്ട് ട്രാൻസ്ലേറ്റ് എവറി വേർഡ്. ഇപ്പം ഇംഗ്ലീഷിൻ്റെ ഒരു ഗൂഗിൾ ട്രാൻസ്ലേറ്റർ വെച്ച് എല്ലാം വേർഡ്സ് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് അത് ഡോയിഷ് ആക്കാൻ പറ്റത്തില്ല. ഡോയിഷ് ആക്കുമ്പോഴത്തേക്കും അത് തെറ്റും. സോ ഇറ്റ് ഈസ് നോട്ട് നെസസറി, ഇത് കമ്പൽസറി അല്ല എല്ലാം വേർഡും ട്രാൻസ്ലേറ്റ് ചെയ്യണം എന്നല്ല. സോ ഡോണ്ട് ഗോ ഫോർ എ ട്രാൻസ്ലേഷൻ ഓഫ് എവറി വേർഡ്. എല്ലാ വേർഡ്സ് നിങ്ങൾക്ക് അറിയണം എന്നില്ല, അറിയാവുന്ന വേർഡ്സ് യൂസ് ചെയ്യാൻ നോക്കുക. യൂസ് സിമ്പിൾ സ്ട്രക്ചേഴ്സ്. A1 ലെവൽ ആയതുകൊണ്ട് വലിയ ഹാർഡായിട്ടുള്ള കണക്ടറും കാര്യങ്ങളും ഒന്നും വേണ്ട, നമുക്കൊരു സിമ്പിൾ സ്ട്രക്ചർ മതി. ഒരു സിമ്പിൾ സ്ട്രക്ചർ. എന്താണ് ഈ സിമ്പിൾ സ്ട്രക്ചർ? അതിന്ന് നമ്മൾ ഈ സെഷനിൽ നമ്മൾ നോക്കുന്നതായിരിക്കും. ആൻഡ് ദ ലാസ്റ്റ് ഈസ് കൺസിസ്റ്റൻസി വിൽ ലീഡ് ടു വാട്ട്? പെർഫെക്ഷൻ. ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു സ്റ്റഡി, ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് സ്പീക്കിംഗ് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി അത് പെർഫെക്ഷനിലോട്ട് നമ്മളെ ലീഡ് ചെയ്യും. കൺസിസ്റ്റൻസി ഈസ് എ വെരി ബിഗ് ഫാക്ടർ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഡോയിഷ് പഠിക്കുമ്പം, ജർമ്മൻ പഠിക്കുമ്പം എല്ലാം ദിവസം ഒരേപോലെ ആണെന്നില്ല. സം ഡേയ്സ് യു വിൽ ഫീൽ റിയലി ഡോയിഷ് ഒത്തിരി പാടാന്ന് തോന്നും. സം ഡേയ്സ് ഇറ്റ് വിൽ ബി ഗുഡ്. ബട്ട് ഈവൻ ഓൺ ബാഡ് ഡേയ്സിലും എന്താ ചെയ്യുക? സ്പ്രെഷൻ ചെയ്യുക. ബാഡ് ഡേയ്സിലും ഡോയിഷ് ലേണൻ ചെയ്യുക. അപ്പം ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കൺസിസ്റ്റൻസി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ എല്ലാം ദിവസം ചെയ്യാൻ നോക്കുക. ഇതൊരു പുതിയ ലാംഗ്വേജ് ആയതുകൊണ്ട് ഒരു ഗ്യാപ്പ് വരുമ്പോൾ ഓബ്വിയസ്ലി യു വിൽ ഫോർഗെറ്റ് ദ വേർഡ്സ്. ആ വേർഡ്സ് പഠിച്ച കാര്യങ്ങളൊക്കെ മറക്കാൻ നല്ല ചാൻസ് ഉണ്ട്. ബിക്കോസ് നമ്മുടെ വീട്ടിൽ ഇതല്ല ഭാഷ. നമ്മുടെ വീട്ടിൽ നമ്മൾ മലയാളമാണ് സംസാരിക്കുന്നത്. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തും നമ്മൾ മലയാളമായിരിക്കും സംസാരിക്കുന്നത്. ആൻഡ് ഇൻ അവർ വർക്ക് പ്ലേസ്, നിങ്ങൾ പഠിക്കുന്ന സ്ഥലത്താണെങ്കിലും നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും മലയാളമായിരിക്കും സംസാരിക്കുന്നത്. സോ ഇഫ് ദർ ഈസ് നോട്ട് എ കൺസിസ്റ്റൻസി, നിങ്ങൾ എല്ലാ ദിവസവും ഇത് കേൾക്കും, അതായത് യുവർ ലിസ്ണിങ് ആൻഡ് സ്പീക്കിംഗ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്കിത് ബുദ്ധിമുട്ടായിരിക്കും. സോ കൺസിസ്റ്റൻസി ഈസ് ദ കീ. കൺസിസ്റ്റൻസി ഈസ് ദ കീ ഫോർ ജർമ്മൻ ലേണിംഗ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ദീസ് വെർ ദ മൈൻഡ് സെറ്റ് ടിപ്സ്. We have seen the problems, we have seen the mindset tips. Now next we will start with essential speaking habits. അപ്പോൾ ഇങ്ങനെ സ്പീക്കിംഗ് എങ്ങനെ ചെയ്യുക? സോ ഇന്ന് നമ്മൾ അതാണ് നോക്കാൻ പോകുന്നത്. വി വിൽ ഹാവ് ഈവൻ എ സ്മോൾ സെഷൻ ഫോർ സ്പീക്കിംഗ്. നമുക്ക് ഇന്നത്തെ ലൈവിനകത്ത്
വി വിൽ ഹാവ് എ സ്മോൾ സെഷൻ. നമുക്കൊരു ചെറിയൊരു സെഷൻ കാണും സ്പീക്കിങ്ങിന് വേണ്ടി മാത്രമായിട്ട്. സോ ദാറ്റ് യു വിൽ സ്റ്റാർട്ട് യുവർ സ്പീക്കിംഗ് വിത്ത് ദിസ് വീഡിയോ. സോ ഐ ഹോപ്പ് ദിസ് ഹെൽപ്സ് യു. പ്ലീസ് സ്റ്റേ ട്യൂൺ ടിൽ ദ എൻഡ്. ആൻഡ് ഫസ്റ്റ് മെത്തേഡ് ഫോർ ഹാബിറ്റ് ആണ് ഷാഡോയിങ് എന്ന് പറയും. ഷാഡോ എന്ന് പറഞ്ഞാൽ നമ്മുടെ നിഴൽ. അപ്പോൾ ഷാഡോയിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് റിപ്പീറ്റ് വാട്ട് യു ഹിയർ. ഒരു ഡോയിഷ് വീഡിയോ കണ്ടാൽ, അല്ലെങ്കിൽ ഒരു ടീച്ചർ ക്ലാസ്സിൽ പഠിപ്പിച്ചാൽ, അല്ലെങ്കിൽ ജസ്റ്റ് നൗ നമ്മൾ ഈ വീഡിയോ കാണുമ്പം കുറേ വേർഡ്സ് കാണും, അത് ഡോയിഷിലായിരിക്കും. അപ്പോൾ അവർ പറയുന്ന ആ രീതി തന്നെ എന്താ ചെയ്യാൻ നോക്കുക, അത് പറയാൻ നോക്കുക. അതാണ് ഷാഡോയിങ്. അപ്പോൾ ഈ ഒരാൾ പറയുമ്പം എക്സാമ്പിൾ ഒരു ഡോയിഷ് വീഡിയോ ഞാൻ കണ്ട്, ആ വീഡിയോയിൽ ഒരാൾ എന്തോ കാര്യം പറയുക, ആ കാര്യം തന്നെ അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് റിപ്പീറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് വാട്ട് ഈസ് മെറ്റ് ബൈ ഷാഡോയിങ്. ഈ മെത്തേഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആവും, ഇൻടോനേഷൻസ് കറക്റ്റ് ആവും, നിങ്ങൾ പറയുന്ന ഒരു രീതി, ഓക്കെ, ഡോയിഷ് പറയുന്ന ഒരു രീതി അത് കറക്റ്റ് ആവും. സോ ഇറ്റ് വിൽ ഹെൽപ്പ് യു ടു സൗണ്ട് ലൈക്ക് എ നേറ്റീവ്. പയ്യെ ഇത് ഡെവലപ്പ് ചെയ്ത് വന്നെങ്കിൽ നമുക്ക് ഒരു എന്താ ഡോയിഷ് ആക്സെൻറ്റ് വരും, ഒരു ഡോയിഷ് രീതിയിൽ നമുക്ക് സംസാരിക്കാം. സോ ദിസ് ഈസ് നോൺ ആസ് ഷാഡോയിങ്. ഓക്കെ, ഈ ലൈവിൽ തന്നെ നമുക്കൊരു ചെറിയ ഷാഡോയിങ് സെഷൻ ഉണ്ട്. സോ സ്റ്റേ ട്യൂൺ ടിൽ ദ എൻഡ്. നെക്സ്റ്റ് ഈസ് മിനി സെൻറ്റൻസസ്. ഇപ്പോൾ A1 ലെവലാണ്, ബിഗിനർ ലെവലാണ്, നിങ്ങൾക്കൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട്, ഓർ യു ആർ നോട്ട് എ ബിഗിനർ, മേ ബി യു ആർ നോട്ട് എ ബിഗിനർ അല്ലായിരിക്കും, A2 ആയിരിക്കും, B1 ആയിരിക്കും, B2 ആയിരിക്കും. പക്ഷെങ്കിൽ നിങ്ങൾക്ക് സ്പീക്കിംഗ് ഒരു പ്രശ്നമാണെങ്കിൽ സ്റ്റാർട്ട് വിത്ത് മിനി സെൻറ്റൻസസ്. എന്താണ് മിനി സെൻറ്റൻസ്? ഇഷ് ബിൻ മ്യൂഡേ, ഐ ആം ടയേർഡ്. ഇതൊരു ചെറിയ സെൻറ്റൻസാണ്, 3 വേർഡേ ഉള്ളൂ. വലിയ കണക്റ്റേഴ്സും കാര്യങ്ങളും ഒക്കെ യൂസ് ചെയ്യാതെ ഒരു ചെറിയ സെൻറ്റൻസ്, സ്റ്റാർട്ടിങ്ങിൽ ഒരു ചെറിയ സെൻറ്റൻസസ് തുടങ്ങുക. ഈ ഷാർബായിട്ടെ, ഞാൻ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്, ഇതേ രീതിയിൽ കുറേ മിനി സെൻറ്റൻസസ്. സോ അഗെയിൻ വി വിൽ സീ ദീസ് സെൻറ്റൻസ്. ഈ സെൻറ്റൻസസ് നമ്മൾ ഈ ലൈവിൻ്റെ ഒരു ഭാഗമായിട്ട് കാണാം. നെക്സ്റ്റ് സ്ലൈഡ്സിൽ നമുക്ക് ഈ മിനി സെൻറ്റൻസസ് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഈസ് യൂസ് സെൻറ്റൻസ് സ്റ്റാർട്ടേഴ്സ്. ഇപ്പോൾ ഒരു സ്റ്റാർട്ടിങ്ങിൽ ഒരു സെഷന് സ്റ്റാർട്ട് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നതായിരിക്കും, സെൻറ്റൻസ് സ്റ്റാർട്ടേഴ്സ് യൂസ് ചെയ്യുന്നതായിരിക്കും. സോ വാട്ട് ഈസ് എ സെൻറ്റൻസ് സ്റ്റാർട്ടർ? ഓക്കെ, അപ്പോൾ സെൻറ്റൻസ് സ്റ്റാർട്ടേഴ്സ് എങ്ങനെ അത് യൂസ് ചെയ്യുന്നത്, എങ്ങനെ നമുക്ക് സ്പീക്കിംഗ് ഡെവലപ്പ് ചെയ്യാം, ഇത് നമ്മൾ ഈ സെഷനിൽ നോക്കുന്നതായിരിക്കും. നെക്സ്റ്റ് ഈസ് ആസ്ക് സിമ്പിൾ ക്വസ്റ്റ്യൻസ്. ഇപ്പം എപ്പോഴും ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുമല്ലോ, നമുക്ക് ക്വസ്റ്റ്യൻസും ചോദിക്കും സ്പീക്കിങ്ങിനകത്ത്. സോ സിമ്പിൾ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ വേ ഫ്രാഗേസ്, ഇല്ലെങ്കിൽ യാ ഓർഡർ 9 ഫ്രാഗേസ്, യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്. കാപ്പി കുടിച്ചോ, ഡ്രിങ്ക്സ് ദു കഫേ, ഡ്രിങ്ക്സ് ദു ടേ. അപ്പോൾ ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻസാണ്. ഇതിന് ആൻസേഴ്സ് എന്തോ യെസ് ഓർ നോ. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഫ്രണ്ട്സിൻ്റെ ഇൻ ബിറ്റ്വീൻ യുവർ ഫ്രണ്ട്സ്, ഓർ നിങ്ങളുടെ കൂട്ടത്തിൽ ഡോയിഷ് പഠിക്കുന്ന പിള്ളേർ കാണും, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി കാണും, നിങ്ങളുടെ ഫാമിലിയുടെ ആൾക്കാരോട് അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒന്ന് ചോദിക്കും. ഓർ യു ക്യാൻ സിംപ്ലി ആസ്ക് ദിസ് ടു യുവർ സെൽഫ്, ട്രിങ്കെ ഇഷ് കഫേ. So this is how we do speaking. Next is daily 5-minute speaking routine. Daily consistency. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ consistency is the key. So daily we have to എല്ലാ ദിവസവും ഒരു 5 മിനിറ്റെങ്കിലും സ്പീക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുക. ഇനിയും മെനി ഓഫ് യു, പല ആൾക്കാർക്കും ഇത് ഡൗട്ടായിരിക്കും, എനിക്ക് സംസാരിക്കാൻ ആരുമില്ല, എൻ്റെ വീട്ടിലാർക്കും ഡോയിഷ് അറിയത്തില്ല, മേ ബി എനിക്ക് ആരുമില്ല. സോ വാട്ട് ഡു ഐ ഡു? അപ്പോൾ എന്താ ചെയ്യുക, നമ്മൾ സ്വന്തമായിട്ട് സംസാരിക്കുക. സ്പീക്ക് ടു യുവർ സെൽഫ്. വെൻ യു ഡോണ്ട് ഹാവ് എനി വൺ ടു സ്പീക്ക് ടു, നിങ്ങൾക്ക് ആരോടും സംസാരിക്കാനില്ലെങ്കിൽ സ്വന്തമായിട്ട് സംസാരിക്കുക. ഓക്കെ, സ്വന്തമായിട്ട് തിങ്ക് ചെയ്യുക. മനസ്സിൽ നമ്മളെപ്പോഴും സംസാരിക്കുമല്ലോ. സോ യു ക്യാൻ യൂസ് ഡോയിഷ് ഇൻ ദാറ്റ്. സോ വിൽ സീ ഹൗ ടു ബിൽഡ് സെൻറ്റൻസസ് ഫാസ്റ്റ്. A1 ലെവലിൽ എങ്ങനെയാണ് സെൻറ്റൻസസ് ഫോം ചെയ്യുന്നത്? സോ ഫസ്റ്റ് ഇസ് സബ്ജക്റ്റ്. വി നോ ദാറ്റ് സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഇൻഫോർമേഷൻ. സോ ആദ്യം എഴുതുന്ന സബ്ജക്റ്റ് ആയിരിക്കും. സിമ്പിൾ ട്രിക്സ് ആയത്. ആദ്യമേ സബ്ജക്റ്റ് ആരെക്കുറിച്ചാണ് പറയുന്നത്? ഇഷാണ്. എന്നെക്കുറിച്ചാണെങ്കിൽ ഇഷ്, എന്നെക്കുറിച്ചാണെങ്കിൽ ദു. അപ്പോൾ ഈ രീതിയിൽ ഫസ്റ്റ് സബ്ജക്റ്റ് എഴുതുക. നെക്സ്റ്റ് ഒരു വെർബാണ്. സെക്കൻഡ് പൊസിഷൻ ഓൾവേസ് റിമെമ്പർ, സെക്കൻഡ് പൊസിഷൻ വെർബാണ്. അവിടെ ഒരു വെർബ് വേണം, ഒരു ക്രിയ വേണം. എക്സാമ്പിൾ, ഇഷ് ലേർനെ, ഇഷ് ഗേഹെ, ഇഷ് ഗേ, ഇഷ് ഡ്രിങ്കെ. ഇപ്പം സെക്കൻഡ് പൊസിഷനിൽ എന്ത് വന്നു? വെർബ് വന്നു. നെക്സ്റ്റ് ഇറ്റ് ഈസ് ഇൻഫോർമേഷൻ, ബാക്കിയുള്ള ഇൻഫോർമേഷൻസ്. ഫസ്റ്റ് എക്സാമ്പിൾ നോക്കാം. ഇഷ് ലേർനെ ഡോയിഷ്.
ഞാനിപ്പോൾ എന്തോ ചെയ്യുന്നു? ഞാൻ ഡോയിഷ് പഠിക്കുന്നു. ഐ ആം ലേർണിംഗ് ജർമ്മൻ. നെക്സ്റ്റ് എക്സാമ്പിൾ ഇസ് Ich gehe zur Arbeit. I am going to work. I am going to work. Next is ich trinke Kaffee. I am drinking coffee or I drink coffee. ഞാൻ കോഫി കുടിക്കുന്നു. അപ്പോൾ ഇത് നോക്കിയെങ്കിൽ ഈ സെൻറ്റൻസ് ആർ വെരി സിമ്പിൾ. A1 ലെവലിൽ ഈ സെൻറ്റൻസസ് മതി. വി ഹാവ് ടു നമുക്കിത് അറിയണം, ഇല്ലെങ്കിൽ നമ്മൾ എന്താ സ്പീക്കിംഗ് ചെയ്യാൻ പറ്റത്തില്ല. സിമ്പിൾ സെൻറ്റൻസസ് നമുക്ക് ഇങ്ങനെ ബിൽഡ് ചെയ്യുന്നത്. അപ്പം ഫസ്റ്റിൽ തന്നെ ഒരു സബ്ജക്റ്റ് കാണും, സെക്കൻഡ് തന്നെ ഒരു വെർബ് കാണും, ആൻഡ് ലാസ്റ്റ് വിൽ ബി സം ഇൻഫർമേഷൻ. എന്ത് ഇൻഫർമേഷൻ ആണെങ്കിലും അത് യൂസ് ചെയ്യാം. ഡോണ്ട് കോംപ്ലിക്കേറ്റ് ഇറ്റ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിപ്പം കോംപ്ലിക്കേറ്റ് ചെയ്യല്ലേ, ബിക്കോസ് A1 ലെവലാണ്. കോംപ്ലിക്കേഷൻസ് വരുമ്പോഴത്തേക്കും നമ്മുടെ ഒരു മോട്ടിവേഷനും സ്ലോലി ഡൗൺ ആവും. സോ സിമ്പിൾ സെൻറ്റൻസസ് യൂസ് ചെയ്യുക, സിമ്പിൾ സെൻറ്റൻസസ് പറയുക. ഓക്കെ. സോ സെൻറ്റൻസ് സ്റ്റാർട്ടേഴ്സ് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ സെൻറ്റൻസ് സ്റ്റാർട്ടേഴ്സ് എന്താണ്? സെൻറ്റൻസ് സ്റ്റാർട്ടേഴ്സ് എക്സാമ്പിൾ ഇഷ് ബിൻ എന്താണ്? ഇഷ് ബിൻ എന്താണ്? പേര് പറയാം. ഇഷ് ബിൻ ബെറൂഫ് പറയാം, ജോബ് പറയാം. ഇഷ് ഹാബെ മീൻസ് ഐ ഹാവ് എ ബ്രദർ. ഇഷ് ഹാബെ einen Bruder. I have a brother. I have a sister. Ich habe eine Schwester. അപ്പോൾ ഈ രീതിയിൽ സിമ്പിൾ സെൻറ്റൻസ്, ദീസ് ആർ സെൻറ്റൻസ് സ്റ്റാർട്ടേഴ്സ്. കൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇഷ് വോനെ ഇൻ, ഐ ലിവ് ഇൻ, ഒരു സ്ഥലത്തിൻ്റെ പേര്. ഇഷ് കൊമെ ഔസ്, ഐ കം ഫ്രം. ഇഷ് കൊമെ ഔസ് ഇന്ത്യൻ, ഐ കം ഫ്രം ഇന്ത്യ, ഐ ആം ഇന്ത്യൻ. സോ ഇഷ് കൊമെ ഔസ് ഇന്ത്യൻ. ഇഷ് പ്രഷെ, ഐ സ്പീക്ക്. ഇഷ് പ്രഷെ മലയാളം. ഇഷ് പ്രഷെ ein bisschen Deutsch. I speak a little German, I speak Malayalam. Ich arbeite als, I work as. Ich arbeite als Lehrerin or ich arbeite als Mechaniker. അപ്പോൾ എന്താണ് നിങ്ങളുടെ ആർബൈറ്റ്? അത് വെച്ച് നിങ്ങൾക്ക് ഈ സെൻറ്റൻസ് ഫോം ചെയ്യാം. ദീസ് ആർ സെൻറ്റൻസ് സ്റ്റാർട്ടേഴ്സ്. നമുക്ക് ബിഗിനർ ലെവൽ A1 ലെവലിൽ നമ്മൾ ഇഷ് ഹാബെ, ഇഷ് ബിൻ, ഇഷ് വോനെ, ഇഷ് കൊമെ, ഇഷ് പ്രഷെ, ഈ രീതിയിലായിരിക്കും നമ്മൾ സെൻറ്റൻസ് സ്റ്റാർട്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് യൂസ്ഫുൾ ഫ്രേസസ്. നെക്സ്റ്റ് നമ്മുടെ സ്പീക്കിംഗ് ലെവലപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്താ ചെയ്യുക? ഫ്രേസസ്, എവറിഡേ സ്പേസസ്. ഇതിന് പറയുന്നത് റെഡേവെൻഡും ഫ്രേസസ് ഉണ്ട്. ഈ റെഡേവെൻഡും എന്നാണ് വി ഗേറ്റ്സ്. നോർമലി നമ്മൾ ഒരാളെ കാണുമ്പോൾ വി ഗേറ്റ്സ്, എങ്ങനെ പോകുന്നു, ഹൗ ഈസ് ലൈഫ് ഗോയിങ്, വി ഗേറ്റ്സ്. അപ്പോൾ അതിൻ്റെ ആൻസറായിട്ട് എസ് ഗേറ്റ് മിയർ ഗുഡ്, ഇറ്റ് ഈസ് ഗോയിങ് വെൽ വിത്ത് മീ, എല്ലാം നല്ലതായിട്ട് നടക്കുന്നു. എൻഷുൾദിഗും എന്ന് പറഞ്ഞാൽ സോറി. ആരോട് എന്തെങ്കിലും തെറ്റാണെങ്കിൽ എൻഷുൾദിഗും സോറി. ഒരു എക്സ്ക്യൂസ് മീയും ഉണ്ട്, എൻഷുൾദിഗും എക്സ്ക്യൂസ് മീ. നെക്സ്റ്റ് നോക്ക് മാൽ ബിറ്റെ എന്ന് പറഞ്ഞാൽ വൺസ് മോർ പ്ലീസ്. ഇപ്പോൾ എന്തെങ്കിലും ആരെങ്കിലും സംസാരിച്ചു, ടീച്ചേഴ്സ് പറഞ്ഞു, എക്സാമിനേഴ്സ് പറഞ്ഞു, മനസ്സിലായില്ല, നോക്ക് ഐൻമാൽ ബിറ്റെ എന്ന് പറയാം, ഇല്ലെങ്കിൽ നോക്ക് മാൽ ബിറ്റെ എന്ന് പറയാം, വൺസ് മോർ പ്ലീസ്. നെക്സ്റ്റ് ഈസ് ലാങ്സാം ബിറ്റെ. ഓബ്വിയസ്ലി ഒരു വലിയ നല്ല സ്പീഡിലാണെങ്കിൽ A1 ലെവലിലാണെങ്കിൽ നമുക്കൊന്നും മനസ്സിലാകത്തില്ല. സോ വി സേ ലാങ്സാം, പ്ലീസ് സ്പീക്ക് സ്ലോലി, ലാങ്സാം ബിറ്റെ. മനസ്സിലായില്ലെങ്കിൽ എന്താ പറയുക? ഇഷ് ഫർസ്റ്റേ നിഷ്ട്, ഐ ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ്, ഇഷ് ഫർസ്റ്റേ നിഷ്ട്. നെക്സ്റ്റ് ക്യോനൻ സി. അപ്പോൾ ഫസ്റ്റ് ചെയ്തില്ല, നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്തില്ല, അപ്പോൾ എന്താ ചെയ്യുക? പ്ലീസ് റിപ്പീറ്റ് ക്യോനൻ സി വീഡർ ഹോലൻ. സോ പ്രാക്ടിക്കൽ സ്പീക്കിംഗ് എക്സസൈസസ് എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ ഇപ്പം പഠിച്ച കാര്യങ്ങൾ മിറർ സ്പീക്കിംഗ് ചെയ്യാം. മിറർ സ്പീക്കിംഗ് എന്ന് പറഞ്ഞാൽ ടോക്ക് ടു യുവർ സെൽഫ് ഫോർ 2 minutes എവറി മോർണിംഗ്. മിറർ നോക്കുക, കണ്ണാടി നോക്കുക, ആൻഡ് ടോക്ക് ടു യുവർ സെൽഫ്. ഇഷ് ബിൻ, പേര് പറയുക നിങ്ങളുടെ. ഇഷ് ആർബൈറ്റെ ആൾസ്, എന്താണ് വർക്ക്. ഇഷ് വോനെയിൻ, എവിടെയാണ് താമസിക്കുന്നത്. ഇഷ് കൊമെ ഹൗസ്, നേറ്റീവ് പ്ലേസ് എവിടെയാണ്. അതുപോലെ 2 മിനിറ്റെങ്കിലും എല്ലാ ദിവസവും മിററിനെ നോക്കി സംസാരിക്കാം. ഡിസ്ക്രൈബ് യുവർ ഡേ. സിമ്പിൾ വേർബ്സ് യൂസ് ചെയ്യുക. ഗേ എന്ന് പറഞ്ഞാൽ ടു ഗോ, എസ് എന്ന് പറഞ്ഞാൽ ടു ഈറ്റ്, ആർബൈറ്റ് എന്ന് പറഞ്ഞാൽ ടു വർക്ക്. അപ്പോൾ സിമ്പിൾ സെൻസ്, ഇഷ് ഗേ സുവർ ആർബൈറ്റ്, ഐ ആം ഗോയിങ് ടു വർക്ക്. ഇഷ് എസ് എ ഫ്രൂസ്റ്റുക്, ഐ ആം ഈറ്റിംഗ് മൈ ബ്രേക്ക്ഫാസ്റ്റ്. ഇഷ് ആർബൈറ്റെ ടേഗ്ലിഷ്, ഐ വർക്ക് ഡെയിലി. ഇങ്ങനത്തെ സിമ്പിൾ സെൻറ്റൻസസിൽ നിങ്ങളുടെ ഡേ ഡിസ്ക്രൈബ് ചെയ്യുക. ആൻഡ് ദ തേർഡ് ടിപ്പ് ഇസ് ആസ്ക് 3 questions ഡെയിലി. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടോ ഡോയിഷ് പഠിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഓർ യുവർ ഫാമിലി മെമ്പേഴ്സ്, എനിബഡി, ആസ്ക് 3 questions ഡെയിലി.
അതാണ് നമ്മൾ കൺവെർസേഷൻസ് ബിൽഡ് ചെയ്യുന്നത്. നമുക്ക് വേ ഫ്രാഗേസ് വെക്കാം, യാ ഓർഡർ 9 ഫ്രാഗേസ് വെക്കാം. നമുക്ക് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം. ആൻഡ് ദെൻ വി വിൽ സ്റ്റാർട്ട് വിത്ത് ദ കൺവെർസേഷൻ. സോ വി ആർ ഫോക്കസിങ് ഓൺ ഷാഡോയിങ് മെത്തേഡ്. എന്താണ് ഷാഡോയിങ് മെത്തേഡ്? ലിസൺ ടു എ ഷോർട്ട് ഓഡിയോ. സോ യൂട്യൂബിൽ കുറേ ഓഡിയോസ് കാണും, A1 ലെവൽ, ബിഗിനർ ലെവൽ, കുറേ സ്റ്റോറീസും കാര്യങ്ങളും, കുറേ ഓഡിയോസ് കാണും. അങ്ങനത്തെ ഓഡിയോസ് കേൾക്കുക, ഹിയറിൻ ചെയ്യുക. ലിസ്ണിങ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ കുഞ്ഞു പിള്ളേർ പോലെ അവരെങ്ങനെയാണ് പഠിക്കുക? ഇമിറ്റേറ്റ് ചെയ്യും അവർ. പേരൻസ് പറയുന്ന കാര്യങ്ങൾ തന്നെ അവർ കേൾക്കും ആൻഡ് ദേ ഇമിറ്റേറ്റ്. സോ ദിസ് ഈസ് ഹൗ വി ലേൺ എ ന്യൂ ലാംഗ്വേജ്. നമ്മളും ഇപ്പം ഒരു ബിഗിനർ ലെവലല്ലേ, ഒരു LKG നഴ്സറി ലെവലാണ് നമ്മൾ. സോ വാട്ട് വി ഡു, വി ലിസൺ ടു ഷോർട്ട് ഓഡിയോസ്. പോഡ്കാസ്റ്റ് ഉണ്ട്, ഓഡിയോസ് ഉണ്ട്, അതിനകത്ത് കേൾക്കുക ആൻഡ് റിപ്പീറ്റ് ഇമ്മീഡിയറ്റ്ലി. കേട്ട് കഴിഞ്ഞ് അവർ ആ സെൻറ്റൻസ് തീരുമ്പം തന്നെ നമ്മളും ആ സെൻറ്റൻസ് അവരുടെ കൂട്ടത്തിൽ പറയുക. കോപ്പി റിതം ആൻഡ് പ്രൊനൗൺസിയേഷൻ. റിതമും പ്രൊനൗൺസിയേഷൻസും കോപ്പി ചെയ്യുക. സോ അവർ പറയുന്ന പോലെ തന്നെ ഫസ്റ്റ് ടൈം ഇറ്റ് വിൽ ബി ഹാർഡ്. ആദ്യത്തെ ട്രൈ ഹാർഡായിരിക്കും. സെക്കൻഡ് ടൈം, തേർഡ് ടൈം വന്നുകൊണ്ടിരിക്കുമ്പോൾ, പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓബ്വിയസ്ലി യു വിൽ ഗെറ്റ് ദാറ്റ് ഇൻടോനേഷൻ, യു വിൽ ഗെറ്റ് ദാറ്റ് പ്രൊനൗൺസിയേഷൻ. ഓബ്വിയസ്ലി അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇറ്റ് വിൽ ബി ഈസി. സോ മിനി ഡയലോഗ് ഫോർ പ്രാക്ടീസ്. ഇന്ന് നമ്മളൊരു ചെറിയ ഡയലോഗ് പ്രാക്ടീസിന് വേണ്ടി ഇവിടെ നമ്മൾ കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് ഈസ് ഹലോ, വി ഹൈസ് ദു. Hello, wie heißt du? Hello, how are you called? Ich heiße Anna. Und du? I am Anna. And you? Ich komme aus Indien. Woher kommst du? Ich komme aus Indien. I am coming from India. Where are you coming from? Schön. Oh, beautiful. This is a simple enough beginner level conversations. Okay? അപ്പോൾ ഹോപ്പ് യു വിൽ ഷാഡോ ദിസ്. ഇത് ഇമിറ്റേറ്റ് ചെയ്ത് നിങ്ങൾ സ്വന്തമായിട്ട് ഇത് പറയാൻ നോക്കും. ആൻഡ് ഇറ്റ് വിൽ ഹെൽപ്പ് യു ഫോർ യുവർ 0 to സ്പീക്കിംഗ്, ഫോർ സ്റ്റാർട്ടിംഗ് ഫോർ യുവർ ബിഗിനർ ലെവൽ. സോ ടൂൾസ് ഫോർ സ്പീക്കിംഗ്. സോ ഇപ്പോൾ യൂട്യൂബ്സിൽ കുറേ ബിഗിനർ ഡയലോഗ്സ് ഉണ്ട്, യൂട്യൂബ് ചാനൽസ് ഉണ്ട്, ഈസി ജർമ്മൻ വീഡിയോസ് ഉണ്ട്. ഓഡിയോ കേൾക്കുമ്പം സബ് ടൈറ്റിൽ ഓൺ ചെയ്യുക. ഓഡിയോയുടെ സ്പീഡ് കുറയ്ക്കാൻ, ഇഫ് ഇറ്റ് ഈസ് വെരി ഫാസ്റ്റ് ഓഡിയോസ് ആണെങ്കിൽ അത് സ്പീഡ് കുറയ്ക്കുക. എന്നിട്ട് സബ് ടൈറ്റിൽ നോക്കി വായിച്ചു പോവുക. വോയിസ് നോട്ട്സ് വിത്ത് ഫ്രണ്ട്സ്. നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഉണ്ട് ഹു ആർ സ്റ്റഡിങ് ജർമ്മൻ, അവർക്ക് വോയിസ് മെസ്സേജസ് അയയ്ക്കുക വാട്സപ്പിൽ. ആൻഡ് ദെൻ ChatGPTയുടെ സ്പീക്കിംഗ് മോഡുണ്ട്, യു ക്യാൻ യൂസ് ദാറ്റ് സോ ദാറ്റ് യു വിൽ ഹാവ് എ കോൺവെർസേഷൻ. ആൻഡ് ദെൻ വി ഹാവ് നമ്മുടെ വീഡിയോസ്, ടിജൂസിൻ്റെ വീഡിയോസ് നോക്കുക, റീൽസ് നോക്കുക. സോ ഇറ്റ് വിൽ ഹെൽപ്പ് യു ഫോർ യുവർ സ്പീക്കിംഗ്. സോ ഷാഡോയിങ് നമ്മൾ പറഞ്ഞായിരുന്നു, ഷാഡോയിങ് ഒരു സെഷൻ കാണും. സോ ദിസ് ഇസ് ദ ഷാഡോയിങ് സെഷൻ. സോ എന്താ ചെയ്യുക, ഞാൻ പറയും, അത് നിങ്ങൾ ഇമിറ്റേറ്റ് ചെയ്യണം. ഓക്കെ, സോ ഫസ്റ്റ് വിൽ സി വാട്ട് വി ആർ ഗോയിങ് ടു സേ. ഹലോ, ഇഷ് ഹൈസെ അന്ന. ഹലോ, മൈ നെയിം ഈസ് അന്ന. ഇഷ് komme aus Indien. I come from India. Ich wohne jetzt in Deutschland. I live in Germany now. Ich lerne Deutsch jeden Tag. I learn German every day. Ich spreche ein bisschen Deutsch. I speak a little German. And because of that, ich mache viele Fehler. Aber das ist okay. I make many mistakes. But that is okay. നമ്മൾ പഠിച്ചതാ, mistakes is equal to progress. Mistakes ഉണ്ടാക്കുക, അപ്പോഴേ നമ്മൾ പഠിക്കത്തുള്ളൂ. So it is okay to make mistakes. Mit Übung werde ich besser. With practice I will be better. I will get better. With practice my speaking will be better. Ich habe Spaß beim Lernen. Very very important. I enjoy learning. So this is how we enjoy learning. So I will do it once more and you have to repeat. ഞാൻ പറഞ്ഞു കഴിഞ്ഞ് ഈ സെൻറ്റൻസ് തന്നെ റിപ്പീറ്റ് ചെയ്യുക. ആൻഡ് വിൽ സ്റ്റാർട്ട് വിത്ത് ദിസ് അവർ സ്പീക്കിംഗ് സെഷൻ. ഓക്കെ, നമ്മൾ സ്പീക്കിങ്ങിൻ്റെ ജേർണി, ഡോയ്ഷ് സ്പീക്കിംഗ് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാണെങ്കിൽ ഈ ഷാഡോയിങ് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, സോ ലെറ്റ്സ് ഗോ. ഹലോ, ഇഷ് ഹൈസെ അന്ന. ഇഷ് komme aus Indien. Ich wohne jetzt in Deutschland. Ich lerne Deutsch jeden Tag. Ich spreche ein bisschen Deutsch. Ich mache Fehler. Ich mache viele Fehler. Aber das ist okay. Mit Übung werde ich besser. Ich habe Spaß beim Lernen. So I hope you have done this shadowing practice.
ആൻഡ് യു ക്യാൻ ഡു ഇറ്റ് എവറി ഡേ. യു ഷുഡ് ഡു ഇറ്റ് എവറി ഡേ. നമ്മളൊരു പുതിയ വീഡിയോ കാണുമ്പം ഡോയ്ഷ് കാണുമ്പോൾ ഇത് ചെയ്യാൻ നോക്കുക. യുവർ സ്പീക്കിംഗ് വിൽ ഗെറ്റ് ഓബ്വിയസ്ലി ഓട്ടോമാറ്റിക്കലി 100% ബെറ്റർ. So final, last but not the least, final tips, start small. സ്റ്റാർട്ടിങ് ചെയ്യുക. വലിയ വലിയ കാര്യങ്ങളല്ല, ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്റ്റാർട്ട് വിത്ത് സ്മോൾ വേർഡ്സ്. ഇപ്പം വലിയ സെൻറ്റൻസസ് ഫോം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പഠിച്ച വൊക്കാബ്. ഇഷ് എന്ന് പറഞ്ഞാൽ ഐ ആണ്. ഇഷ് എന്ന് പറഞ്ഞാൽ ഐ ആണ്. ഈ പഠിച്ച വൊക്കാബ്സ് എവിടെയെങ്കിലും ഒക്കെ യൂസ് ചെയ്യുക. വാട്സപ്പ് ചാറ്റ്സ് ഉണ്ട്, വാട്സപ്പ് ഓഡിയോസ് ഉണ്ട്, എല്ലാ ദിവസവും നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട്, കലീഗ്സ് ഉണ്ട്. നമ്മുടെ മേ ബി യു ഹാവ് എ കലീഗ് ഹു ഈസ് ഇൻട്രസ്റ്റഡ്. അപ്പോൾ അവരോട് ഞാൻ പഠിപ്പിക്കാം, ഞാൻ ഡോയ്ഷ് പഠിപ്പിക്കാം. ഇഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ. സോ ടേക്ക് സം വൺ, ടീച്ച് സം വൺ ആൻഡ് യു ഓൾസോ സ്റ്റാർട്ട് ലേണിംഗ്. സ്പീക്ക് ഡെയിലി. സോ ആസ് ഐ സെഡ്, 5 മിനിറ്റെങ്കിലും ഡെയിലി സ്പീക്ക് ചെയ്യുക. സ്പീക്കിങ്ങിന് വേണ്ടി ലിസ്ണിംഗ് ഈസ് ഇമ്പോർട്ടൻറ്റ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം പോഡ്കാസ്റ്റ് കേൾക്കുക. കുറേ ഡോയ്ഷ് പോഡ്കാസ്റ്റ് ഉണ്ട്, നല്ല വീഡിയോസ് ഉണ്ട്. സോ ലിസൺ ടു വീഡിയോസ്, ലിസൺ ടു പോഡ്കാസ്റ്റ്. ഇറ്റ് വിൽ ഹെൽപ്പ് യുവർ സ്പീക്കിംഗ്. ഒന്നും മനസ്സിലായില്ലെങ്കിലും അത് ഇച്ചിരി പയ്യെ സ്പീഡ് കുറച്ച് പോഡ്കാസ്റ്റ് എല്ലാ ദിവസവും കേൾക്കുക. ഒബ്വിയസ്ലി യു വിൽ റിമെമ്പർ, യു വിൽ സ്റ്റാർട്ട് ലേണിംഗ്. ഓക്കെ, ആൻഡ് ഡോണ്ട് വെയിറ്റ് ടു ബി റെഡി. ഞാൻ A1 ഫുള്ള് ഗ്രാമർ പഠിച്ചിട്ട് ഞാൻ സംസാരിക്കാൻ തുടങ്ങും, ഇങ്ങനത്തെ അതൊരു മിത്താണ്. ഓക്കെ, സ്റ്റാർട്ട് ഫ്രം ഡേ 1. ഓക്കെ, സ്റ്റാർട്ട് സ്പീക്കിംഗ്. റിപ്പീറ്റ് ഫ്രേസസ്. ഇപ്പോൾ ഒന്നും സ്പീക്കിംഗ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഗുട്ടൻ ടാഗ്, ഗുഡ് ഡേ, ഗുട്ടൻ മോർഗൻ, ഗുഡ് മോർണിംഗ്, ഗുട്ടൻ ആബൻഡ്, ഗുഡ് ഈവനിങ്, ഗുട്ടൻ നാക്റ്റ്, ഗുഡ് നൈറ്റ്. ഇതൊക്കെ ഫ്രേസസ് ആണ്. ഓക്കെ, ദാങ്കെ ഷൂൻ, താങ്ക് യു സോ മച്ച്, ബിറ്റേ, പ്ലീസ്, ഇങ്ങനത്തെ ഫ്രേസസ് യൂസ് ചെയ്യാൻ നോക്കുക. ആൻഡ് വെൻ യു ഹാവ് സ്റ്റാർട്ടഡ് മേക്കിംഗ് പ്രോഗ്രസ്, സെലിബ്രേറ്റ് ദ പ്രോഗ്രസ്. നിങ്ങൾ ചെയ്ത് ഇന്നത്തെ ദിവസം 5 മിനിറ്റ് സ്പീക്ക് ചെയ്തെങ്കിൽ കോൺഗ്രാറ്റുലേറ്റ് യുവർ സെൽഫ്. ഓക്കെ, ആൻഡ് സെലിബ്രേറ്റ് ഇറ്റ്. ബി ഹാപ്പി അബൌട്ട് ഇറ്റ്. ഞാൻ ഇന്ന് 5 മിനിറ്റെങ്കിലും ഞാൻ സംസാരിച്ചു, ഞാൻ 5 സെൻറ്റൻസെങ്കിലും സംസാരിച്ചു. ബി ഹാപ്പി അബൌട്ട് ദാറ്റ്. ടുമോറോ ഐ വിൽ ഇംപ്രൂവ്. സോ സെലിബ്രേറ്റ് യുവർ പ്രോഗ്രസ്സസ്. So that was all for today. Thank you for joining us. I hope it will help you. So let's speak with confidence. From zero to speaking is possible. Urapana Vijayam. That's our tagline from Tiju's Academy. And yes, you can speak from the day one. And you can speak with these techniques. ഈ ടെക്നിക്സ്, ഈ ട്രിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങണം. ഓക്കെ, മിസ്റ്റേക്സ് ആയാലും കുഴപ്പമില്ല, സംസാരിക്കുക. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. Okay, so on this note, I would like to also showcase our December Delight offer. നമുക്കിവിടെ ടിജൂസിൽ ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ജർമ്മൻ കോഴ്സസ് നടക്കുന്നുണ്ട്. വി ഹാവ് ഓഫ്ലൈൻ ബ്രാഞ്ചസ് അറ്റ് ടിജൂസ് at Tiruvalla and Mavelikara. So you can opt these, and we have online team as well. So A1 A2 12,508 is the offer price. B1 17,523 and B2 17,523. So if you are planning to start with your German language study, do contact on this number, and seats are limited, so book it. A1 A2 nalle offer lana ippam. A1 is free and you only pay for A2 12,508. Appo 12,508 la A1 and A2 both you will get. So I hope this session was very helpful for you. I hope you will start with your Deutsch sprechen. And yes, from zero to speaking is 100% possible. Okay, also on this note, schönen Tag, tschüss, auf Wiedersehen.